ഗായത്രിയും ഗൗരിയും പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ശത്രുത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഞാനില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, സ്വന്തം നിലനിൽപ്പിനപ്പുറം ആരോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തവളാ ഗായത്രി. അല്ലെങ്കിൽ അലനെ ഒരിക്കലും അവൾ ജയിലിന് വിട്ടുകൊടുക്കില്ലായിരുന്നു. പാവം, അത് മനസ്സിലാക്കാൻ അലന് കഴിയാതെ പോയി. സാരമില്ല, എന്നെങ്കിലും തന്നോട് ഗായത്രി കാണിച്ച സ്നേഹം ഒരു കള്ളനാണയമാണെന്ന് അലന് മനസ്സിലാവും. അന്ന് അവൾക്ക് വേണ്ടി ചെയ്ത ത്യാഗമൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നോർത്ത് അമ്മച്ചിയുടെ മോൻ സങ്കടപ്പെടും. അന്ന് ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലോ എന്നും നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ആരും വിഷമിക്കണ്ട. അലൻ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരില്ലെങ്കിലും അലന് ഞാൻ കാണും. അതിനുവേണ്ടി മാത്രം അലന്റെ ഭാര്യ എന്ന പദവി ഇപ്പോഴും ഞാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ എന്നെ വിലക്കരുത്. എന്റെ അപേക്ഷ. നോ സർ, അതൊരു തൃപ്തികരമായ എക്സ്പ്ലനേഷൻ അല്ല. നിങ്ങൾ ഇങ്ങനെ പരസ്പരം കുറ്റം പറയുന്നതുകൊണ്ട് കമ്പനിക്ക് എന്ത് ഗുണം? റെപ്രസെന്റേറ്റീവ്സിന്റെ DSR നോക്കിയാണല്ലോ നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ലോഡ് ബില്ല് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പോകുന്ന സാധനങ്ങൾ അവരുടെ ഗോഡൌണിൽ കെട്ടിക്കിടക്കാനുള്ളതല്ല. അത് സമയാസമയങ്ങളിലെ കൺസ്യൂമേഴ്സിന്റെ കയ്യിലെത്തണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഉടനെ ചെയ്യണം. എക്സ്ക്യൂസുകളല്ല എനിക്ക് വേണ്ടത്, റിസൾട്ട് ആണ്. നാളെ ഞാൻ വിളിക്കുമ്പോ മറുപടി ഇതായിരിക്കരുത്. ഓക്കെ? നാരായണ സാർ പറയുന്നതേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കഴിഞ്ഞ വീക്കിൽ ലോഡ് പോയിട്ടില്ലെന്നാണല്ലോ. ഹൗ ഇറ്റ് ഹാപ്പൻസ്? എന്താ നിങ്ങൾക്ക് അതിലൊന്നും ഉത്തരവാദിത്വം ഇല്ലേ? എന്താ ശങ്കർ, ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ തനിക്ക്? എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗോഡൌണിൽ നിന്നും ലോഡ് പോയില്ല? അത് പിന്നെ മാഡം, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും കഴിഞ്ഞ ആഴ്ചയിൽ സ്വീറ്റ്സും മറ്റും ബില്ല് ചെയ്തിട്ടേ ഇല്ല. അതുപോലെ തന്നെയാ റൈസ് പോട്ടറിന്റെയും കാര്യം. മാർക്കറ്റ് ചെറിയ ഡല്ലാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് സ്വീറ്റ്സിന്റെ പ്രൊഡക്ഷൻ പകുതിയൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ വെട്ടിക്കുറച്ചതുകൊണ്ട് എന്ത് കാര്യം? അപ്പൊ ഗോഡൌണിൽ ഇരിക്കുന്ന സാധനങ്ങൾ അവിടെ ഇരുന്ന് ചീഞ്ഞു പോകട്ടെന്നോ? അല്ല, അത് പിന്നെ മാർക്കറ്റ് ഡള്ളായതുകൊണ്ട്. എന്ത് ഡള്ളായെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വരൂ. നമ്മുടെ ഹോം ടൗണിലെ പല ബസാറുകളിലും അമ്മാളുവിന്റെ പ്രോഡക്ട്സ് ഇല്ലാത്തത് ഞാൻ കാണിച്ചു തരാം. എന്താ, തയ്യാറാണോ? ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഫാനിന്റെ ചോട്ടിൽ വെറുതെ കാറ്റുകൊണ്ടിരിക്കാനാ എല്ലാവർക്കും താല്പര്യം. ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായി എത്തുന്നുണ്ടല്ലോ. അപ്പോ കമ്പനിയോട് ഇത്തിരി കൂറും ആത്മാർത്ഥതയൊക്കെ ആവാം. അതെങ്ങനെയാ? ശ്രദ്ധയും താല്പര്യമൊക്കെ മറ്റു പല കാര്യങ്ങളിലും ആണല്ലോ. അപ്പൊ പിന്നെ കമ്പനിയുടെ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മാഡം, ഞാൻ ഓഫീസിലിരുന്ന് കാറ്റുള്ളുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. സിറ്റിയിലുള്ള എല്ലാ ഔട്ട്ലെറ്റ്സിലും ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആഡ് പ്രൊമോഷൻ പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ സ്ലോ ആവാൻ കാരണമെന്നാ പല ഷോപ്പ് മാനേജേഴ്സ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കുറ്റമല്ലെന്ന് പറയുന്നു, മാർക്കറ്റിംഗ് ഹെഡ് പറയുന്നു അവരുടെ കുറ്റമല്ലെന്ന്. ഇങ്ങനെ പരസ്പരം പഴിചാരി കളിച്ചിട്ട് ആർക്കാ നേട്ടം? ഒരു കാര്യം എനിക്കിപ്പോ ബോധ്യായി, കുറ്റം എന്റേതാ. നിങ്ങളെ പോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഓരോ സ്ഥാനത്ത് ഇരുത്തിയതാ എന്റെ തെറ്റ്. മോളെ, എന്താ കൃഷ്ണേട്ടാ? മോളെ കാണാൻ വേണ്ടി ആ പരസ്യ കമ്പനിയിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. വരാൻ പറയട്ടെ? എന്റെ സൗകര്യം നോക്കാതെ ഇപ്പൊ കേറി വരാൻ അവരോട് ആരാ പറഞ്ഞത്? ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയും. അല്ല, മോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അവരോട് പറയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വരുന്നവരൊക്കെ കേറ്റി എന്നെ കാണിച്ചോളാന്ന് നേർച്ച വല്ലതും ഉണ്ടോ കൃഷ്ണേട്ടന്?
ഞാനൊരു മീറ്റിംഗിലാണെന്ന് പറഞ്ഞേക്ക്. നാളെ വിളിച്ചിട്ട് വരാൻ പറ. ഓ. ലുക് ശങ്കർ, ഈ മന്ത് എൻഡിൽ നമ്മുടെ പുതിയ 2 പ്രോഡക്ട്സിന്റെ ലോഞ്ചിങ് ആണ്. മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ നമ്മുടെ സെയിൽസിന്റെ ഈ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് മുൻകൈ എടുക്കേണ്ടത് നിങ്ങളാണ്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അതിന്റെ റിസൾട്ട് ഫീൽ ചെയ്തിരിക്കണം. എന്താ, പറ്റുമോ? ഞാൻ ശ്രമിക്കാം മാഡം. ശ്രമിച്ചാ പോരാ, നടന്നിരിക്കണം. അതുവരെ മറ്റ് താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. ഗോഡൌണിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഇന്ന് തന്നെ നമ്മുടെ ചെലവിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് എത്തിയിരിക്കണം. കേട്ടല്ലോ? ശരി മാഡം. പൊക്കോളൂ. എന്താ സെയിൽസ് മാനേജറിന് MD-യുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയ കോൾ ഉണ്ടല്ലോ. സ്റ്റോക്ക് ക്ലിയറൻസ് നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. എനിക്കറിയാം ഇത് വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക തന്റെ ചേച്ചി. അതാവുമ്പോ എന്നിട്ട് അല്ല, ഇയാളിതുവരെ പോയില്ലേ? അല്ല, ഞാൻ പോകാൻ ഇറങ്ങുമായിരുന്നു. അപ്പോഴാ ഗൗരിയെ കണ്ടത്. ഇവളെ പിന്നെയും കാണാലോ. ആദ്യം ഇയാളോട് പറഞ്ഞ കാര്യം ചെയ്യും. സമയത്തിന് സ്റ്റോക്ക് ക്ലിയറൻസ് നടന്നില്ലെങ്കിലേ പുതിയ പ്രൈസിന്റെ സ്റ്റോക്ക് ഗോഡൌണിൽ ഡംപ് ചെയ്യേണ്ടി വരും. അതിന്റെ നഷ്ടം ആര് സഹിക്കും? ഞാനിപ്പം തന്നെ പോയി അതൊക്കെ അറേഞ്ച് ചെയ്യാം മാഡം. ഞാനും ഇറങ്ങാ ചേച്ചി. അമ്മാളുടെ ക്ലാസ് ടീച്ചർ വിളിച്ചിരുന്നു, അതാ ലേറ്റ് ആയത്. ഗൗരി, ശങ്കറും നീയും തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂന്നാ നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണല്ലോ അല്ലേ? അതെ. ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത്? എന്തോ നിന്നോടുള്ള അയാളുടെ പെരുമാറ്റവും അടുപ്പമൊക്കെ കാണുമ്പോ അയാൾ എങ്ങനെയാ ഈ റിലേഷനെ കാണുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ല, പണ്ട് അയാളുടെ അമ്മ നിന്നെ പ്രപ്പോസ് ചെയ്ത കഥയൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ഒരു അവസ്ഥയിലായപ്പോ. അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇന്നത്തേത്. അത് നോക്കിയും കണ്ടുമൊക്കെ വേണം മറ്റുള്ളവരോട് സഹകരിക്കാൻ. ശങ്കർ ഒരു പാവമാ ചേച്ചി. നമ്മുടെ കഷ്ടപ്പാട് സമയത്ത് നമ്മളെ ഒരുപാട് സഹായിച്ച വ്യക്തി. പാവമല്ലെന്നോ സഹായിച്ചിട്ടില്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അന്ന് അയാളെ നിന്നെ സഹായിച്ചതിന് മാന്യമായ രീതിയിൽ നമ്മളെ കൊണ്ടാവുന്നത് പോലെ അയാളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ശങ്കർ ഇപ്പൊ ജോലി ചെയ്യുന്നത് അയാളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കിയാ അയാൾ അർഹതപ്പെട്ട പോസ്റ്റിലൊന്നും അല്ല, സാലറിയും. പണ്ട് ലോട്ടറിയും പലഹാരവും വിറ്റ് നടന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ല നീ ഇപ്പോ. ഡോക്ടറാണ്. ഭേദപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ പാർട്ട്ണറാണ്. അപ്പോ സ്റ്റാഫുമായിട്ടുള്ള പെരുമാറ്റത്തിൽ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ആവാം. ഒരിക്കൽ ചേച്ചിക്ക് പറ്റിയ അബദ്ധം ഇനി നിനക്കുകൂടി സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ല ചേച്ചി, എന്റെ കാര്യത്തിൽ ചേച്ചിക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. ആ, പിന്നെ നിന്റെ ദേവൻ സാറിനെ എനിക്കൊന്ന് കാണേണ്ട കാര്യമുണ്ട്. സാറിന്റെ ഫ്രീ ടൈം നോക്കി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം. വേറൊന്നിനുമല്ല, സാറിന്റെ അറിവിൽ നിനക്ക് പറ്റിയ വല്ല പ്രപ്പോസൽസും ഉണ്ടോ എന്ന് അറിയാനാ. ഇനി അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ സമയമായി. ചേച്ചി, അതൊന്നും ഇപ്പോ. അക്കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മതി. എന്താ, നിനക്കെന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇനി അഫയർ? അതല്ല ചേച്ചി. ആദ്യം ഒരു ജീവിതം ആവേണ്ടത് ചേച്ചിക്കാ. ചേച്ചി അമ്മാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് മാത്രമേ ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുള്ളൂ. അത് പണ്ടേ ഞാനെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ മാത്രം ചേച്ചി നിർബന്ധം പിടിക്കരുത്. എന്തു പറ്റി? ചേച്ചി വഴക്ക് പറഞ്ഞോ? ഇന്ന് ഇടം തിരിഞ്ഞ ആൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു. രാവിലെ മുതൽ മൂക്കത്താ ശുണ്ടി. ചായക്ക് മധുരം കൂടിപ്പോയെന്ന് പറഞ്ഞ് എനിക്കും കിട്ടി. കുറച്ചു മുമ്പേ കൃഷ്ണേട്ടനോട് എന്തോ പറഞ്ഞ് വഴക്കിടുന്ന കണ്ടു. എന്റെ അമ്മേ, ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് ചെല്ലാനേ എനിക്ക് പേടിയാ മോളെ. എല്ലാവർക്കും പേടിക്കാനും അനുസരിക്കാനും ഒക്കെ വീട്ടിലൊരാളുണ്ടാവുന്നത് നല്ലതല്ലേ ചേച്ചി? ഈ കാഴ്ചകൾ കണ്ട് സന്തോഷിക്കാനാവും ഈശ്വരൻ ഒരു കാലത്ത് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത്.
ആ ചേച്ചി, ഞാൻ ഇറങ്ങുക. അമ്മാളുവിനെ സമയത്ത് തന്നെ വിളിക്കാൻ കൃഷ്ണേട്ടനോട് പറയണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മോള് പോയിട്ട് വാ. ലതേ, ആ എന്തു പറ്റി ശങ്കർ? ബൈക്ക് കേടായോ? ബൈക്കിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? തനിക്കാണോ? എന്തു പറ്റി? എന്താ ഇയാൾ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്? ഓ, അതിപ്പോഴെങ്കിലും ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചല്ലോ. താങ്ക്സ്. കുറച്ച് ദിവസമായിട്ട് ഗൗരിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കാം. ഇന്ന് വീട്ടിൽ വന്നപ്പോഴും വേണ്ട പോലെ ഒന്ന് കാണാനും പറ്റിയില്ല എന്നുള്ളതല്ല, സമ്മതിച്ചില്ല. എന്താ ഇയാൾക്ക് പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കട്ടെ. ഗൗരി, പിന്നെ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. ഒരുപാട് വലിച്ചു നീട്ടാതെ ഒന്ന് ചുരുക്കി പറയണേ എന്റെ സെയിൽസ് മാനേജറെ. എനിക്ക് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്താനുള്ളതാ. എന്നാ ഞാൻ പറയുന്നില്ല. തൽക്കാലം ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം ഞാനായിട്ട് പാഴാക്കുന്നില്ല. ശങ്കർ, എന്താ ഇത്? മാഡം പൊയ്ക്കോളൂ. കാത്തുന്ന ഞാനാ വീട്ടിൽ. അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണമല്ലോ. താൻ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? എന്താ തന്റെ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവും ഇല്ലേ. അതുകൊണ്ട് തന്നെ അമ്മാളി സ്വീറ്റ്സിലെ ഈ ഉദ്യോഗം ഞാൻ അങ്ങ് രാജിവെക്കാൻ പോവാ. അതോടെ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. ഇപ്പൊ എനിക്ക് സംഗതി പിടികിട്ടി. ഇന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് നിറയെ വഴക്ക് കിട്ടിയല്ലേ? ഇയാളെന്തേലും ശ്രദ്ധക്കുറവ് കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ചേച്ചി വഴക്ക് പറഞ്ഞത്. അതിന് എന്നോട് ചൂടായിട്ട് എന്താ മാഷ കാര്യം? എടോ, തന്റെ ചേച്ചി ആരാന്ന് അവരുടെ വിചാരം? ഈ അമ്മാളി സ്വീറ്റ്സ് എങ്ങനെ ഉണ്ടായെന്ന് അവർക്കറിയില്ലല്ലോ. ആ പാവ ഇക്കാമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങള് ഞാനും കൊച്ചും കൂടി സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ വെച്ച് കെട്ടി കടകൾ തോറും കയറി ഇറങ്ങി കണ്ടവന്റെ ഒക്കെ കാല് പിടിച്ച് അതൊക്കെ വിറ്റഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ തനിക്കും തന്റെ ചേച്ചിക്കും കുറച്ച് കാശായപ്പോ കമ്പനി അങ്ങ് വളർന്നു. പലഹാരങ്ങൾക്ക് പുറമെ പേസ്ട്രീസ് മുതൽ ഉണക്കച്ചമ്മീൻ ചമ്മന്തി വരെ വിൽക്കുന്ന വലിയൊരു ബ്രാൻഡ് ഫാക്ടറി അമ്മാളു ഫുഡ് പ്രോഡക്ട്സ്. ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും തരം തിരിച്ചുള്ള ജോലിക്കാരുമായി വലിയ സെറ്റപ്പുമായി. അതാണോ ഇപ്പൊ തന്റെ പ്രശ്നം? നമ്മളായിട്ട് തുടങ്ങി വെച്ച ഒരു സംരംഭം നല്ല നിലയിലായതിൽ സന്തോഷിക്കില്ലേ വേണ്ടത്? ഇപ്പോഴും ഇയാളെ കമ്പനിയുടെ ഒരു ഭാഗമാണല്ലോ. അമ്മാളു ഫുഡ് പ്രോഡക്ട്സിലെ സെയിൽസ് മാനേജർക്ക് പഴയ ഫീൽഡ് ഓഫീസറേക്കാൾ ഗെറ്റപ്പ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഗൗരി, താൻ വെറുതെ തമാശ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? പണ്ട് ചെയ്തെന്ന സഹായങ്ങൾക്ക് പ്രത്യുപകാരമായിട്ടാണ് എനിക്ക് ഈ കസേര തന്ന ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തന്നുകേട് കാട്ടിയെന്ന് ആരും പറയരുതല്ലോ. അതിനപ്പുറം ഇപ്പൊ ആരുടെയും മനസ്സിൽ ഒന്നുമില്ല. ഒന്നും. അത് മുഖത്ത് നോക്കി പറയാൻ വയ്യത്തോണ്ടല്ലേ വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്നത്. മനസ്സുമെടുത്ത് ജോലി രാജിവെച്ച് ഞാനങ്ങ് പോയാ പിന്നെ എല്ലാം എളുപ്പമായല്ലോ. നിങ്ങളായിട്ട് പറഞ്ഞു വിട്ടതാണെന്ന് ആരും പറയില്ല. എനിക്കറിയാം, ഇതല്ലേ എല്ലാവരുടെയും മനസ്സിലിരിപ്പ്. കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാലോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പഴയ ഫീൽഡ് ഓഫീസറിന്റെ കോംപ്ലക്സിൽ നിന്ന് താൻ ഇതുവരെയും പുറത്ത് ചാടിയില്ലല്ലോ എന്റെ സുഹൃത്തെ. അതെ, പഴയതൊന്നും മറക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കോ. കഴിഞ്ഞതൊന്നും മറക്കണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് മാറണ്ടേ മാഷേ? ഈ കമ്പനി തുടങ്ങി വെച്ചത് ഞാനാണെന്നറിയാലോ. താൻ പറഞ്ഞതൊക്കെ ശരിയുമാണ്. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇന്നത്തെ ഈ നിലയിൽ അമ്മാളു ഫുഡ്സിനെ എത്തിച്ചത്. പക്ഷെ വെറും ഒരു പലഹാര കച്ചവടത്തിൽ നിന്ന് ഈ കമ്പനി ഏറ്റെടുത്തിയതും വളർത്തിയതും ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചതും ഒക്കെ ചേച്ചിയുടെ ബുദ്ധിയും കഴിവുമാണെന്ന് സമ്മതിക്കാതെ പറ്റുമോ? അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവര് മനഃപൂർവ്വം എന്തോ ഉള്ളിൽ വെച്ച് പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. തന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നിനും സമ്മതിക്കാത്തത് എന്താ? തന്റെ കാര്യത്തിൽ ചേച്ചിയല്ല അമ്മച്ചി കളിക്കാവരെന്ന് തോന്നും. അതെനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യാണ് ശങ്കർ. എന്റെ കാര്യത്തിൽ ചേച്ചി കാണിക്കുന്ന ശ്രദ്ധയും നിയന്ത്രണവും ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം. ചേച്ചിയായിട്ടല്ല, മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനമാ ചേച്ചിക്കിപ്പ എന്റെ മനസ്സിൽ. എടോ, തനിക്കതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഈ ജാട മറ്റുള്ളവർക്ക് ഇഷ്ടമാണോന്നൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ചേച്ചിക്ക് ഒരു ജാടയുമില്ല. പിന്നെ ഇയാളെ വഴക്ക് പറയുന്നത് അത് കൂടുതൽ ഇഷ്ടവും സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ടാണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതറിയാതെ സ്കൂൾ കുട്ടികളെ മാതിരി ഇങ്ങനെ പരാതി പറയുന്നത് കാണുമ്പോ എനിക്ക് ഇയാളോട് കഷ്ടം തോന്നുക സുഹൃത്തെ. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
എന്നാ പിന്നെ അത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലായിക്കൂടെ? ഇതൊരുമാതിരി എന്റെ തലയെടുക്കാൻ വരും പോലെയല്ലേ? ഇപ്പൊ തൽക്കാലം ഞാൻ രാജിവെക്കണ്ടല്ലേ? ഏയ് അങ്ങനെ നിർബന്ധം പിടിക്കല്ലേ. വേണേ പോയി രാജിവെക്കേ ജോലി തുടരുകയോ എന്ത് വേണമെങ്കിലും ചെയ്യൂ. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വഴി തടയാൻ വന്നേക്കരുത്. അയ്യോ ഞാൻ ലേറ്റായി. എന്നാ ഞാൻ ശരി. പോട്ടെ. ആ ഗൗരി, ആ ആ, എന്താ ശങ്കർ? ഒന്നുമില്ല. സൂക്ഷിച്ച് പോണേന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ചേച്ചി. ജീവൻ ഡോക്ടർ വന്നില്ലേ? ഇല്ല, എത്താറാവുന്നതേ ഉള്ളൂ. റൗണ്ട്സിന് റെഡിയല്ലേ? അതിനൊക്കെ ടൈമുണ്ട്. 10:30 ജീവൻ ഡോക്ടറിന്റെ ടൈം. അല്ല ദേവൻ സാർ വന്നില്ലേ ചേച്ചി? ഓ ക്യാബിൻ ഡോർ ക്ലോസ്ഡ് ആണല്ലോ. ഓ അത് ഞാൻ പറയാൻ മറന്നു. സാറിന് നല്ല സുഖമില്ലാത്തോണ്ട് ഇന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്തു പറ്റി സാറിന്? ഇന്നലെ രാത്രി കൂടി എന്നെ വിളിച്ചതാണല്ലോ. അന്നേരം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തോ എന്നെ വിളിച്ച് ഇന്ന് രാവിലെ OPക്ക് ടോക്കൺ കൊടുക്കണ്ട, ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സാർ അങ്ങനെ ലീവ് എടുക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവും. എന്നാ പിന്നെ ഡോക്ടർ ഒന്ന് വിളിച്ചു നോക്കൂ. കാര്യം എന്താണെന്നറിയാലോ. ഇപ്പൊ വിളിക്കുന്നില്ല ഞാൻ. റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാവാം. സാറ് ചിലപ്പോ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ശരി. ഡോക്ടറെ, ഇന്നലത്തെ സംഭവം ഡോക്ടറിന് ഭയങ്കര വിഷമമായി കാണുമല്ലേ? അതും ജോയിൻ ചെയ്ത ദിവസം തന്നെ. അതൊന്നും സാരമില്ല മല്ലിയേച്ചി. ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ ഓർക്കാപ്പുറത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോ ഒരു വിഷമം ഉണ്ടാവും, പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. അതാ ശീലം. നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്യണ്ട. ഡോക്ടർ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ സിസ്റ്ററെ? ഞങ്ങൾ വളരെ ദൂരേന്ന് വരുന്നവരാ. എങ്ങനെയെങ്കിലും ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ദേവൻ ഡോക്ടർ സ്ഥലത്തില്ല. അടുത്ത ഒരു റിലേറ്റീവ് മരിച്ചു. സാറ് നാളെ വരത്തുള്ളൂ. ചേട്ടാ ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. ഒരു കാര്യം ചെയ്യൂ, അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ഗൗരിയെ കാണാം. 2nd ഫ്ലോറിലുണ്ട്. ആ എന്നാ പിന്നെ വാ. നിങ്ങളിത് എങ്ങോട്ടാ? ആ ഡോക്ടറെ കാണിക്കുന്നതിന് ഭേദം വണ്ടിക്ക് തലവെക്കുന്നതാ. പൊട്ട ഡോക്ടറാണെന്നേ. അതെ, ആ ഡോക്ടർ കുഴപ്പക്കാരിയൊന്നുമല്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. വേണ്ട, ഞങ്ങൾ നാളെ വന്നോളാം. വാ മോനെ. ശരി സർ, അങ്ങനെ ചെയ്യാം. അത് ഞാൻ മാനേജ് ചെയ്തോളാം സർ. ടേക്ക് റെസ്റ്റ്. താങ്ക് യു. ആ ചേച്ചി, സാറാ ഇപ്പൊ വിളിച്ചത്. എന്താ വരാത്തെന്ന് ചോദിച്ചപ്പോ നല്ല സുഖം തോന്നിയില്ല എന്ന് പറഞ്ഞു. പിന്നെ സാറിന്റെ OP പേഷ്യൻസ് ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എന്നോട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. എമർജൻസിക്കാരെങ്കിലും ഉണ്ടോ? ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ. എന്തുപറ്റി? പേഷ്യൻസ് ഒക്കെ പോയോ? പേഷ്യൻസ് ചിലരൊക്കെ ഇപ്പോഴും കാത്തിരിപ്പുണ്ട് ഡോക്ടർ. പക്ഷേ അവർക്കാർക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ ഇനി ഡോക്ടർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ശ്രമിക്കും തോറും തലയെ ചവിട്ടി താഴ്ത്താൻ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. ദേവൻ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് മാത്രം ഒരു കാര്യമില്ല ഡോക്ടറെ. മാഡവും മോളും ഒക്കെ അതിന് നല്ല ചെലവ് നടത്തുന്നുണ്ട് ഇവിടെ. ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മല്ലിയേച്ചി. സാറിന് എന്നോടുള്ള അടുപ്പവും സ്നേഹവും ഒന്നും മാഡത്തിന്റെ മകൾക്കും പിടിക്കുന്നില്ല എന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആ പെണ്ണും പിള്ളയുടെ മോളുടെ ഉദ്ദേശം വേറെയാ ഡോക്ടറെ. അതിനു വേണ്ടിയിട്ടേ ഈ നമ്പറൊക്കെ. ഞാൻ പറയുന്നത് ഡോക്ടർ ഇവിടെ ഇനി നിൽക്കണ്ടെന്നാ. ദേവൻ സാർ വിചാരിച്ച വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ശ്രമിക്കാമല്ലോ. ഇല്ല ചേച്ചി, ഗൗരി അങ്ങനെ പേടിച്ചോടി പോകുന്നില്ല. അങ്ങനെ ഭയന്നോടാനായിരുന്നെങ്കിൽ ഗൗരി ഇപ്പൊ ഭൂമിയിൽ തന്നെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. വരട്ടെ, എവിടം വരെ പോവെന്ന് നോക്കാം. ചേച്ചി പൊയ്ക്കോളൂ.
സാറിന് പെട്ടെന്ന് വയ്യാതായിന്ന് കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോരും വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ആൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്നുള്ള ടെൻഷനായിരുന്നു. ഒന്നുമില്ലടോ, പ്രഷർ ഒന്ന് ഷൂട്ടപ്പ് ചെയ്തതാ. OP മുടങ്ങണ്ടെന്ന് കരുതി ഇറങ്ങാൻ തുടങ്ങിയതാ. ശരിയാകത്തോണ്ട് പിന്നെ അത് ഉപേക്ഷിച്ചു. ആ പിന്നെ OP മുടങ്ങിയെന്നല്ലോ. തൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാൻ ഞാൻ സുശീലോട് പറഞ്ഞിരുന്നു. മറ്റുള്ളിടത്ത് OP കൃത്യമായി നടന്നു സർ. പക്ഷേ സാറിന്റെ പേഷ്യൻസ് മാത്രം തിരിച്ചുപോയി. അതെന്താ? താൻ അറ്റൻഡ് ചെയ്തില്ലേ? ഞാൻ അറ്റൻഡ് ചെയ്യാഞ്ഞിട്ടല്ല, അവർക്കാർക്കും എൻ്റെ അടുത്ത് വരാൻ അത്ര വിശ്വാസം പോരാ. മെഡിസിൻ മാത്രമല്ലല്ലോ സർ, ആൾക്കാർക്ക് ചികിത്സിക്കുന്ന ഡോക്ടറിലും ഒരു വിശ്വാസം വേണ്ടേ? പേഷ്യൻസിൽ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഛേ, താൻ ഇങ്ങനെ ഡെസ്പറേറ്റ് ആവുമൊന്നും വേണ്ട. താൻ കൺസൾട്ടിങ് തുടങ്ങിയല്ലോ. പേഷ്യൻസ് ഒക്കെ അറിഞ്ഞെത്തിക്കോളും. എന്തോ എന്റെ ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്നലത്തെ ആ പ്രശ്നം എല്ലാവരും അറിഞ്ഞു. അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാനും നമ്മുടെ പക്ഷത്ത് തന്നെ ആളുകളുണ്ടല്ലോ. എനിക്കറിയാം, ആ സ്റ്റോറിയോടെ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. തന്നെ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ് ചെയ്തത് അത്ര ദഹിക്കാതെ പോയ ചിലരുണ്ട്. തുറന്നു പറയാലോ, അതിന്റെ മുൻപന്തിയിൽ എന്റെ ഭാര്യയും മകളുമാണ്.